LGBTQ+. ഈ അക്ഷരങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് അല്ലേ? സിനിമകളിലും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ. പക്ഷെ സത്യത്തിൽ എന്താണ് ഈ ഓരോ അക്ഷരവും അർത്ഥമാക്കുന്നത്? ശരി, ഇന്ന് നമുക്ക് ഇതിന്റെ പിന്നിലെ ആ വൈവിധ്യമാർന്ന ലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഇതൊരിക്കലും ഒരു വെറും ചുരുക്കെഴുത്ത് മാത്രമല്ല കേട്ടോ. ഇതിനു പിന്നിൽ ഒരു വലിയ സമൂഹമുണ്ട്. സ്നേഹത്തിന്റെയും സ്വന്തം സ്വത്വത്തിന്റെയും പിന്നെ സ്വീകാര്യതയുടെയും ഒക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പോ എന്താണ് LGBTQ+ എന്നതിന്റെ യഥാർത്ഥാർത്ഥം? വളരെ ലളിതമായിട്ട് പറഞ്ഞാല്, നമ്മുടെ ലോകം എത്രത്തോളം വൈവിധ്യപൂർണമാണോ അത്രത്തോളം തന്നെ മനുഷ്യരുടെ ലൈംഗികതയും ലിംഗസ്വത്വവും പലതരത്തിലുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ് LGBTQ. അതായത് ഒരൊറ്റ ചട്ടക്കൂടിലും ഒതുങ്ങാത്ത ഒരു വലിയ വിഭാഗം ആളുകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഈ സമൂഹത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ചുരുക്കെഴുത്തിനെ ഒന്ന് പൊളിച്ചടുക്കി നോക്കിയാലോ? ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഒരു കഥ പറയാനുണ്ട്. നമുക്ക് എല്ലിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അപ്പോൾ എൽ എന്നാൽ ലെസ്ബിയൻ. അതായത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് വൈകാരികമായും പ്രണയപരമായും ഒക്കെ ആകർഷണം തോന്നുന്നു. അത്രയുള്ളൂ. വളരെ ലളിതമായൊരു കാര്യമാണിത്. അടുത്തത് ജി, ഗേ. സാധാരണയായി പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ വാക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ സ്വന്തം ലിംഗത്തിൽപ്പെട്ട ആരോട് ആകർഷണം തോന്നുന്നവരെയും വിശേഷിപ്പിക്കാൻ ഈ വാക്കൊരു കൂടെയായി ഉപയോഗിക്കാറുണ്ട്. പിന്നെ വരുന്നത് ബി, അതായത് ബൈസെക്ഷൽ. ഒന്നിൽ കൂടുതൽ ലിംഗങ്ങളോട്, അതായത് പുരുഷന്മാരോടും സ്ത്രീകളോടുമൊക്കെ ആകർഷണം തോന്നുന്ന ഒരാളെയാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ ആകർഷണം എപ്പോഴും ഒരേ അളവിലോ ഒരേ സമയത്തോ ആകണമെന്നില്ല. ടി, ട്രാൻസ്ജെൻഡർ. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ആകർഷണത്തിൽ നിന്ന് മാറി ഒരു വ്യക്തിയുടെ സ്വത്വത്തിലേക്കാണ് വരുന്നത്. അതായത് ജനിക്കുമ്പോൾ സമൂഹം ഒരാൾക്കൊരു ലിംഗം നൽകുന്നു, അല്ലേ? എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിലെ സ്വത്വം അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അവരെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇതവർക്ക് ആരോടാണ് പ്രണയം എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവരാരാണ് എന്നതിനെക്കുറിച്ചാണ്. ക്യൂ എന്ന അക്ഷരത്തിന് രണ്ട് പ്രധാന അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ക്വിയർ. ഇത് LGBTQലെ മറ്റു വിഭാഗങ്ങളിലൊന്നും പെടാത്ത, എന്നാൽ പരമ്പരാഗത സങ്കല്പങ്ങൾക്ക് പുറത്തുള്ള എല്ലാ ലൈംഗിക സ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വാക്കാണ്. രണ്ടാമത്തേത് ക്വസ്റ്റനിംഗ്, അതായത് സ്വന്തം ലൈംഗികതയെക്കുറിച്ചോ ലിംഗസ്വത്വത്തെക്കുറിച്ചോ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഗമനത്തിൽ എത്താത്തവരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ LGBTQ ഇതെല്ലാം മനസ്സിലാക്കി. പക്ഷെ കഥ അവിടെ തീരുന്നില്ല, അല്ലേ? അവസാനം ഒരു പ്ലസ് ചിഹ്നം കൂടിയുണ്ടല്ലോ. എന്തിനാണത്? അതാണ് അടുത്ത ചോദ്യം. ആ പ്ലസ് ചിഹ്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊരു വാതിൽ തുറന്നിടുന്നത് പോലെയാണ്. അസെക്ഷുവൽ, പാൻസെക്ഷുവൽ, ഇന്റർസെക്സ്, അങ്ങനെ ഈ ചുരുക്കെഴുത്തിൽ പേരെടുത്ത് പറയാത്ത ഒരുപാട് സ്വത്വങ്ങളുണ്ട്. അവരെയെല്ലാം ഉൾക്കൊള്ളാനാണ് ആ പ്ലസ്. നമ്മുടെ ഭാഷയും സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ഒക്കെ വളരുന്നതിനനുസരിച്ച് പുതിയ സ്വത്വങ്ങൾ ഉണ്ടാകാം. അവരെയെല്ലാം സ്വാഗതം ചെയ്യാനാണ് ആ പ്ലസ് ചിഹ്നം അവിടെയുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ വാക്കുകളൊക്കെ പരിചയപ്പെട്ടല്ലോ. ഇനി ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് കടക്കാം. ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. അതായത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ആരാണ് എന്നതും നിങ്ങൾക്ക് ആരോടാണ് ആകർഷണം തോന്നുന്നത് എന്നതും തമ്മിലുള്ള ആ നിർണായകമായ വ്യത്യാസം. നമുക്കിതിനെ ഇങ്ങനെ ചിന്തിക്കാം. ലൈംഗിക ആഭിമുഖ്യം അല്ലെങ്കിൽ സെക്ഷുവൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ആർക്കു വേണ്ടിയാണ് തുടിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ലിംഗസ്വത്വം അഥവാ ജെൻഡർ ഐഡന്റിറ്റി എന്നത് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് നിങ്ങൾ ആരാണെന്ന് പറയുന്നതാണ്. കണ്ടോ, ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്ട്രെയിറ്റോ ഗേയോ ലെസ്ബിയനോ എന്തുമാകാൻ കഴിയുന്നത്. കാരണം അവരുടെ സ്വത്വം അവരുടെ ആകർഷണത്തെ നിർവചിക്കുന്നില്ല. ഈ അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള ചില മിഥ്യാധാരണകളും അതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും സാധാരണയായി കേൾക്കുന്നൊരു വാദമാണിത്. LGBTQ+ ആകുന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന്. എന്നാൽ ശാസ്ത്രീയമായ യാഥാർത്ഥ്യം അതല്ല. സത്യം പറഞ്ഞാൽ ഒരാളുടെ കണ്ണിന്റെ നിറം അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് അവരുടെ ലൈംഗിക ആഭിമുഖമോ ലിംഗസ്വത്വമോ അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി ട്രാൻസ്ജെൻഡർ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉയർന്നുവരുന്ന മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്.
അവരെല്ലാവരും ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നു എന്നത്. വാസ്തവത്തിൽ ട്രാൻസിഷൻ എന്നത് ഓരോ വ്യക്തിക്കും തികച്ചും വ്യത്യസ്തമായ ഒരു പേഴ്സണൽ യാത്രയാണ്. ചിലർക്ക് ഹോർമോൺ തെറാപ്പിയോ ശസ്ത്രക്രിയയോ ഒക്കെ അവരുടെ യാത്രയുടെ ഭാഗമായിരിക്കാം. എന്നാൽ മറ്റു ചിലർക്ക് പേര് മാറ്റുന്നതോ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുന്നതോ പോലുള്ള സാമൂഹികമായ മാറ്റങ്ങൾ മാത്രം മതിയാകും. ഇതിൽ ഒരു ശരിയോ തെറ്റോ ഇല്ല. ഓരോരുത്തരുടെയും യാത്ര അവരുടേതു മാത്രമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന തെറ്റിദ്ധാരണ ഒരുപക്ഷെ ഏറ്റവും ദോഷകരമായ ഒന്നാണ്. കാരണം ഇത് ആളുകളെ മാനസികമായി ഒറ്റപ്പെടുത്താനും മുറിവേൽപ്പിക്കാനുമൊക്കെ കാരണമാകും. അതെന്താന്ന് വെച്ചാൽ LGBTQ+ വ്യക്തികൾക്ക് എന്തോ മാനസിക രോഗമുണ്ട് എന്ന വാദമാണ്. ഇക്കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ മെഡിക്കൽ, സൈക്കോളജിക്കൽ സംഘടനകൾക്കെല്ലാം ഒരേ സ്വരമാണ്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ മുതൽ ലോകാരോഗ്യ സംഘടന വരെ എല്ലാവരും ഒരു സംശയവുമില്ലാതെ പറയുന്നു, LGBTQ+ ആയിരിക്കുന്നത് ഒരു മാനസിക രോഗമേ അല്ല. ഇത് മനുഷ്യരിലെ സ്വാഭാവികമായ ഒരു വൈവിധ്യത്തിന്റെ ഭാഗം മാത്രമാണ്. ശരി, അപ്പോ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ശരിയായ അറിവ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഈ അറിവ് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ഈ മനസ്സിലാക്കലിനെ എങ്ങനെയാണ് ബഹുമാനവും പിന്തുണയുമാക്കി മാറ്റാൻ സാധിക്കുക? നമുക്ക് നോക്കാം. ബഹുമാനം കാണിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഒരാൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സർവനാമങ്ങൾ, അതായത് ഹി, ഷീ അല്ലെങ്കിൽ ദേ പോലുള്ളവ ഉപയോഗിക്കുക. ഉറപ്പില്ലെങ്കിൽ ചോദിക്കുന്നത് ബഹുമാനത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമതായി, ഒരാളുടെ രൂപം വെച്ച് അവരുടെ സ്വത്വത്തെക്കുറിച്ച് ഊഹിക്കാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും വിവേചനപരമായ തമാശകളോ സംസാരങ്ങളോ കേൾക്കുമ്പോൾ അതിനെതിരെ സൗമ്യമായി പ്രതികരിക്കുക. തുല്യതയ്ക്കായി നിലകൊള്ളുന്ന നിയമങ്ങളെയും സംഘടനകളെയും പിന്തുണയ്ക്കുക. എല്ലാത്തിനുമുപരിയായി ഈ വിഷയങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കാനും തുറന്ന മനസ്സോടെ കേൾക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം, ഇതെല്ലാം വന്നു നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്: മനസ്സിലാക്കൽ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് ബഹുമാനം കാണിക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. ആ ബഹുമാനമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നല്ല സമൂഹത്തിലേക്കുള്ള ആദ്യത്തെ പടി. അതുകൊണ്ട് ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് ഓരോ വ്യക്തിക്കും അവർ ആരാണെന്നതിന്റെ പേരിൽ മാത്രം വിലയും സ്നേഹവും ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ എന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചിന്ത നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ.